ഒരു തുള്ളി നെയ്യോ എണ്ണയോ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ ഉണ്ടാക്കിയാലോ. അതും അവൽ ഉപയോഗിച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹലുവയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഒരു 2.5 കപ്പ് നാളികേരം ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ വെള്ളവും ചേർത്ത് നാളികേര പാലാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് ശർക്കര, അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പാനിയാക്കി അരിച്ച് മാറ്റി വയ്ക്കുക. ഒരു 3 കപ്പ് ഞാനിപ്പോൾ ബ്രൗൺ കളർ അവലാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വറുത്ത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്ന ആ ഒരു കണക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 5 ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേര പാലിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഹലുവ റെഡിയാക്കാനുള്ള ഒരു ബൗളിലേക്ക് നെയ്യൊക്കെ തൂവി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു തുള്ളി എണ്ണയോ നെയ്യോ നമ്മൾ ചേർക്കുന്നില്ല. കാര്യം നാളികേര പാലായതുകൊണ്ട് തന്നെ അതിൽ നിന്നും എണ്ണ ഇറങ്ങും. ഇനി അത് നന്നായിട്ട് ഇതേപോലെ വഴറ്റി നല്ല ഒരു ഇതായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഈ ഒരു ടൈം വരെ ആയതിനു ശേഷം ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലൊരു ഷേപ്പിലാക്കി എടുക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിവതും പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു കളറ് കൂടുന്നത് നല്ലത്. അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറിന് ശേഷം ഇതേപോലെ ഡിമോൾഡ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ കേട്ടോ. അവലാണെന്ന് പറയുകയില്ല, അത്ര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷല്ലേ. കാര്യം നമ്മൾ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല, ശർക്കരയാണ് ചേർക്കുന്നത്. മാത്രമല്ല വേറെ എണ്ണയോ നെയ്യോ ചേർക്കുന്നില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.